ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനും കോൺടാക്ട് ചെയ്യുവാനും ഇടയായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഈ മാസം നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ്, ഈ മാസം അവസാനിക്കാൻ നേരത്ത് ഈ ഒരു മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് തരുന്ന ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബേസ് ചെയ്ത് തരുന്ന ഗിഫ്റ്റും എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഈ ചോദ്യം തന്നെ ഈ ചോദ്യം തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമായിട്ടുള്ള എനർജിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. ഗൈഡ് ചെയ്യുവാനുള്ള ശക്തി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ മാസം എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്ത് ഗിഫ്റ്റാണ് യൂണിവേഴ്സ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗിഫ്റ്റാണ് അവരുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, ഇമോഷനെ ബേസ് ചെയ്ത് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. Thank you യൂണിവേഴ്സ്. എന്ത് ഗിഫ്റ്റാണ് ഈ മാസം എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർ ലൈഫിനെ ബേസ് ചെയ്ത് എന്ത് ഗിഫ്റ്റാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗിഫ്റ്റാണ് വന്നു ചേരാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വാവ്. ഇവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഇമോഷനെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ബേസ് ചെയ്ത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ആദ്യത്തെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുകയാണ്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ ഒരു അടഞ്ഞ വാതിലിലായിരുന്നു എങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ വാതിലാണോ കൊട്ടി അടച്ചിട്ടുള്ളത്, ആ വാതിലെല്ലാം നിങ്ങൾക്ക് തുറന്നു വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കോള് മെസ്സേജ് എല്ലാം കൊട്ടി അടച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ആ ബ്ലോക്ക് മാറാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ന്യൂ സ്റ്റാർട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ സ്റ്റാർട്ട് സംഭവിക്കാൻ പോകുകയാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴിയെല്ലാം നിങ്ങളെ കാക്കുന്നതിന് വേണ്ടി ഒരു ദൂതൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൂതൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒരു അന്ധകാരത്തിൽ വീണു പോകത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനെന്ന് മാത്രം നിങ്ങളിപ്പോൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ട്രസ്റ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. ചിലവർക്ക് വിശ്വാസമില്ല. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചില വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഒരു തരി പോലും സംശയമില്ലാണ്ട് വിശ്വസിക്കണം. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ടി വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, എം വന്നിട്ടുണ്ട്, ഇ. ഓക്കെ, തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഇതൊരു മജീഷ്യൻ്റെ കാർഡ് കൂടിയാണ്. ഡ്രീമറാണ് വന്നിരിക്കുന്നത്. ഫൂളിൻ്റെ കാർഡാണ്, 0 നമ്പർ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഗ്രോത്ത് വരികയാണ്. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡ്രീമർ വന്നിരിക്കുന്നത്? നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അടിയും വഴക്കും അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുന്നു. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുന്നു. നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഗിഫ്റ്റ് ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് തന്നെ ചിന്തിക്കുക. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഓക്കെ, അടുത്ത നോക്കാം.
അടുത്തത് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്? ഓക്കെ, ഈ ഒരു മാസം കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി യാതൊരു വർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. യൂണിവേഴ്സ് വർക്ക് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പോകുകയാണ്. എന്തെങ്കിലും ഇടയിലുള്ള തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഓക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ പോകുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത്. ഒരു ഹാപ്പിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഈ റിലേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വള്ളം തുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ തളർന്നു പോകും. അപ്പോൾ കൂടെ നിങ്ങളുടെ പേഴ്സണും കൂടി ഉണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ള സ്ഥാനം അവരുടെ നെഞ്ചത്തോട് തന്നെ ചേർത്ത് വെച്ചിരിക്കും. ഓക്കെ, ഞാൻ ഈ പറയുന്നത് അഫർമേഷനും കൂടി ആയിട്ട് എടുക്കുക. ഇത് പേഴ്സണൽ റീഡിംഗ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇതിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നതും നിങ്ങൾ ഒരുമിക്കുന്നതുമായിട്ട് ഇമാജിൻ ചെയ്യണം. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷനാണ് ഈ ടാരോ റീഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ പേഴ്സൺ വരില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വരാത്ത ഒരു പേഴ്സൺ ആണെന്ന് വെച്ചോ, പൂർണ്ണമായിട്ടും പേഴ്സൺ മറ്റൊരു ആളിനെ വിവാഹം കഴിച്ച് അവരോടൊപ്പം പോയി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടാരോ റീഡിൽ നമ്മളിപ്പോൾ പറയുകയാണ് ഈ ഒരു എനർജി വേറൊരാളുടെ എനർജിയാണ്. ആ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്തു പോയ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ സാഹചര്യം കൂടി നിങ്ങൾ നോക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾ നിങ്ങളുടെ ജന്മം പാഴാക്കി കളയരുത്. നിങ്ങൾ സന്തോഷിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ അഫർമേഷൻ എന്ന് പറയുന്നത് ടാരോ റീഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് അഫർമേഷനാണ്. ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് യോജിച്ച് ചെയ്യുന്നതായിട്ട് ഒരു മൂവി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പവർഫുള്ളാണ്. ദ ലോ ഓഫ് അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഈ ടാരോ റീഡിൻ്റെ ഒരു ബേസിക് തന്നെ നടക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം നിങ്ങളത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ്. അത് യൂണിവേഴ്സിൻ്റെ ശക്തിയാണത്. ഓക്കെ, മനസ്സിലായെങ്കിൽ പറയുക. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെത് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഇതാണ്. അടുത്ത് നോക്കാം നമുക്ക്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഓക്കെ കിങ് ഓഫ് പെൻറ്റിക്കിളാണ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും തരാതെ നിങ്ങൾ ഒരുപാട് തള്ളിക്കളഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നുവെങ്കിൽ നിങ്ങൾക്കാണ് ഇവിടെ ന്യായം ലഭിക്കുന്നത്. നിങ്ങൾക്കൊരു സ്ഥാനവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഏത് സ്ഥാനത്ത് നിന്നാണെങ്കിലും നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അബണ്ടൻസ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആയ ഒരു വ്യക്തിയാണ്. ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഗ്രോത്ത് ഉള്ളതും അല്ലെങ്കിൽ ഒരുപാട് കരുണയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പം നിങ്ങൾ റിലേഷൻ ഒന്നായാലും മതി. ചിലപ്പം ഭാര്യ ഭർത്താവ് ആകണമെന്നില്ല. ലവേഴ്സ് ആണെങ്കിൽ തന്നെയും നിങ്ങൾ തങ്ങളിലെ സോളുകൾ തങ്ങളിൽ പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ വലിയ വലിയ അബണ്ടൻസുകൾ നിങ്ങളെ തേടി വരാൻ ഇടയുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഫർമേഷൻ ചെയ്യുവാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നല്ല രീതിയിൽ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒരു ചെറിയ ടെക്നിക്കാണ്, അഫർമേഷൻ ടെക്നിക്കാണ്, ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന ടെക്നിക്കാണ്. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് റൂമിലുള്ളതെങ്കിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആൾക്കാർ കൂടെ റൂമിലുണ്ടെങ്കിൽ ചെയ്യരുത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കസേര കൊണ്ടിടുക.
ഓപ്പോസിറ്റ് വേറൊരു കസേര കൊണ്ടിട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ പേഴ്സണോട് പറയാനുണ്ടോ അത് ആ കസാരയിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ട്, നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ ഒരു വ്യക്തി അവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം സന്തോഷിക്കുന്നു. ഡോറ് തുറക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഡോറ് തുറന്ന് നിങ്ങളുടെ പേഴ്സൺ ഡോറ് അകത്ത് കയറി വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഡോർ അടയ്ക്കുക. അത് കഴിഞ്ഞ് കസേരയിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുക. എന്നിട്ട് അവിടെ ആൾ കാണത്തില്ല. നമ്മളെല്ലാ പ്രേത സിനിമയിലൊക്കെ കാണത്തില്ലേ, ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ അവിടെ രൂപം കാണേണ്ടത് നിങ്ങളുടെ പേഴ്സൻ്റെ രൂപമാണ് കാണേണ്ടത്. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സംസാരിക്കാനുള്ളത് അതെല്ലാം നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ, സോൾമേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് അത് നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് അട്രാക്ഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോള് മെസ്സേജ് എല്ലാം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ തരാൻ പോവുകയാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അടുത്ത നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾക്ക് ഒന്നും തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരികയാണ്. അവരിപ്പോൾ ഭയക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, മറ്റാൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റിലുണ്ടോ എന്ന് അവരിപ്പോൾ ഈ ഒരു സമയത്ത് പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇതുവരെ അവരെ തെറ്റുകുറ്റങ്ങളെല്ലാം അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സോളുമായിട്ട് കോണ്ടാക്റ്റിലാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ സോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഇന്നർ വോയിസ് ലഭിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ വോയിസ്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ അവരോട് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾ ഇത്രത്തോളം വിഷമിക്കുന്നു, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതെല്ലാം സോളിന് മനസ്സിലാകും. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ സോളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ അല്ല വരുന്നത്, പേഴ്സൻ്റെ സോള്, ആത്മാവ് പറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ചെയർ സംസാരം നടത്തുന്ന സമയത്ത് സോളുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ചെയർ വാക്ക്. ഓക്കെ, ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുവരെയും നിങ്ങളുടെ സോളിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്പിരിച്വലായിട്ട് നിങ്ങൾ സ്ട്രോങ് ആകും. നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിക്കും. നിങ്ങളുടെ പേഴ്സണോട് എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണം, ഓവറായിട്ട് സ്നേഹം പാടില്ല, പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും ഗിവ് ആൻഡ് ടേക്ക് എത്രയാണോ ഇങ്ങോട്ട് തരുന്നത് അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും. ഇത്രയും നാൾ നിങ്ങൾ കൊട്ടക്കണക്കിന് കൊണ്ടുവന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ തലയിൽ കൂടി ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. സ്നേഹമായാലും ശരി, കെയർ ആയാലും ശരി തന്നെ. ഇനിയിപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒഴുക്കായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ഈ ഒരു മാസം യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി പരസ്പരം ഒരു ത്രാസ് എങ്ങനെയാണോ അതുപോലെ തന്നെ പരസ്പരം ഒരേ രീതിയിലുള്ള സ്നേഹവും കെയറുമായിരിക്കും. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിച്ചു കഴിയുന്നു. ഇപ്പോൾ ഐസൊലേഷനിൽ കൂടി പോകുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾ വിചാരിക്കും പോയതുപോലെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ചില സ്വർണ്ണങ്ങളില്ലേ, അതിന് മാറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുന്നതിന് വേണ്ടി കുറേ പ്രാവശ്യം തീയിലൂടെ അങ്ങനെ കയറ്റി വിട്ട്, കുറേ അടിച്ച് ഞണുക്കി പിന്നും കയറ്റി വിട്ട്, അതുപോലെ ഒരുപാട് കഷ്ടതയിൽ കൂടി കർമ്മയിൽ കൂടിയൊക്കെ കൊണ്ടുപോയി തേർഡ് പാർട്ടിയിലൊക്കെ കൊണ്ടിട്ട് ഉരുക്കി മെരുക്കി എടുത്തിട്ടാണ് തിരിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്യുവർ സ്വർണ്ണമായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് പഠിപ്പിച്ച് തീയിലൂടെയൊക്കെ ഇട്ട് കറക്കി എടുത്ത് നല്ല ഒരു ഗോൾഡാക്കി നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുതരുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാസമാണ് ഈ ഒരു മാസം. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുക. നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഡെയിലി ഈ ഒരു സംസാരം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇമാജിൻ ചെയ്യണം, ഒരു മൂവി കാണുന്നത് പോലെ ചെയ്യുക. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ഹെർമിറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഹെർമിറ്റ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് കൂടി പറയാം. 3 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 8, 16 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഓക്കെ, 20 വന്നിട്ടുണ്ട്, 9, 7. ഓക്കെ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് കൂടി എടുക്കാം. JE, HV, KG, P, LV, G, SC, DTME, L. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഇതാണ്. സോഡിയക് സൈൻ എല്ലാം വരും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫുൾ സോഡിയക് സൈൻ വരും കേട്ടോ. ഇതാണ് നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉള്ള എനർജി. അപ്പോൾ ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു മാസം എന്താണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിന് ഈ ഒരു മാസം കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? ദ ഹെർമിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നേറും, നിങ്ങൾക്ക് ഒരുപാട് അറിവ് ലഭിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആരൊക്കെയാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നിങ്ങളെ തളർത്തി എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ദുഃഖം വരുന്ന സമയത്ത് മാത്രമാണ് ആരൊക്കെയാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളെ സമാധാനിപ്പിച്ച വ്യക്തികൾ ആര്, നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ ആര് എന്നുള്ള ഒരു പഠിത്തമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം നടന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞു. ഈ ഒരു മാസം നിങ്ങൾക്ക് തരുന്നത് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് ലഭിച്ചു, കുറച്ച് നോളജ് നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ മനസ്സിലാക്കുകയും സെൽഫ് ലവ് ചെയ്ത് സ്ട്രോങ് ആകുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയാണ്. വർക്ക് പരമായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്, സാലറി ലഭിക്കുന്നതാണ്. സാലറി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ആ സാലറി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പാഷൻ എന്തായിരുന്നോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് തരുന്നതായിട്ടുള്ളൊരു കാര്യവും കൂടിയുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചാണ് അടുത്തൊരു കാര്യം ചെയ്യേണ്ടത്. എടുപിടി എന്ന് നിങ്ങൾക്ക് ഈ ഒരു മാസം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ നടത്തത്തിലാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും വെപ്രാളപ്പെട്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് വേണം വയ്ക്കാനെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ബെറ്ററാണ്, പക്ഷേ നിങ്ങൾ എടുപിടി എന്ന് പറഞ്ഞ് ആലോചിക്കാതെ എടുത്ത് ചാടരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ചിലപ്പോൾ പറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. 2 ചിന്തകൾ നിങ്ങൾക്ക് വരും. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ലിഫ്റ്റിൽ കൂടി പോകണമെന്ന് പറയും, അതേസമയം തന്നെ മനസ്സ് പറയും ലിഫ്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് വഴി അങ്ങ് കയറി പോകാം. ലിഫ്റ്റിൽ കൂടി പോകാം, വേണ്ട സ്റ്റെപ്പ് വഴി പോകാം. ഇങ്ങനെ 2 മനസ്സായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെടുന്നെങ്കിൽ കുറച്ച് നേരം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങളൊരു സൊല്യൂഷൻ എടുക്കേണ്ടതാണ്. ആ ഒരു സമയത്ത് 2 വ്യക്തികളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻറ്റ്യൂഷൻ നിങ്ങൾ എടുക്കണം. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് 2 അഭിപ്രായം തോന്നുന്നുവെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങൾ ഒന്ന് ശാന്തമാകുക. നിങ്ങളുടെ റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുക. ആ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും കയറി എടുക്കരുത്. അത് ഡെവിളിൻ്റെ എനർജി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെപ്രാളപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത്. ഈ ഒരു മാസം നിങ്ങൾ ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ. അത് ജോലിക്കാര്യത്തിലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ഓഫർ വരുന്നുണ്ട്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓഫർ വരുന്നുണ്ട്. നഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്ക് ചില ഓഫർ വരുന്നുണ്ട്. ചില വിവാഹാലോചനയുടെ ഓഫർ വരുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി, മെഡിസിൻ പരമായിട്ട്, ഫാർമസി ആണെങ്കിലും ശരിയാണ്, ലാബാണെങ്കിലും ഡോക്ടറാണെങ്കിലും ആര് തന്നെ ആണെങ്കിലും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ വിവാഹ ഓഫർ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി ഓഫർ ആയിരിക്കാം. ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങൾ
ചില ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഈ ഒരു മാസത്തിൽ സ്പിരിച്വലായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകും. ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾ തയ്യാറെടുക്കും. ഓക്കെ, ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗിഫ്റ്റാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നേരെയാക്കി കൊണ്ടുപോകുന്നതിന് ഒരു മാലാഖ നിങ്ങളെ ചുറ്റി വരും. നിങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങൾ തരും. നിങ്ങൾ അവരെ സമീപിക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾക്ക് സമീപിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ചില പഞ്ചായത്ത് മെമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ പോകുന്നത് ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ തന്നെ ചില കൗൺസിലർ വന്ന് നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. മാലാഖ ചിലപ്പോൾ ഏതെങ്കിലും രൂപത്തിലായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ രൂപത്തിലായിരിക്കും, സഹോദരങ്ങളുടെ ആയിരിക്കും, അടുത്ത വീട്ടിലെ ചേച്ചിയുടെ രൂപത്തിലായിരിക്കും. ഒന്നും വേണ്ട, ഒരു കുഞ്ഞു കൊച്ചിൻ്റെ രൂപത്തിൽ തന്നെ മാലാഖ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാകും. ഓക്കെ, നിങ്ങൾ ചില ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ മതപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കടന്നു പോകുകയും ചില കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുകയും അത് ഇതുവരെയും ബാലൻസിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ബാലൻസിങ്ങിൽ വരും. ചില തുറക്കാൻ കഴിയാത്തതായിട്ടുള്ള പല ബന്ധങ്ങളും, എന്നേക്കുമായിട്ട് അടഞ്ഞു പോയിട്ടുള്ള പല ബന്ധങ്ങളും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു മാസം ഓപ്പൺ ആവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തന്നെ ആകണമെന്നില്ല, അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് നിങ്ങളുമായിട്ട് ബന്ധം മറ്റു പോയിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ പുതിയ ഐഡിയകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സക്സസ് ആവാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓഫറാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ഐഡിയയുമായിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് വരുന്നതാണ്. വീണ്ടും ഹെർമിറ്റിൻ്റെ കാർഡാണ് ഇത്. ഓവറോൾ എനർജി തന്നെ ഹെർമിറ്റാണ് വരുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് വേണം എന്തും എവിടെയും ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ എടുപിടി എന്ന് പറഞ്ഞ് നിങ്ങൾ വെപ്രാളപ്പെട്ടൊന്നും ചെയ്യരുത്. ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ. കൗൺസിലർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാരുമായിട്ട്, അറിവുള്ള ആൾക്കാരുമായിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇതിലേക്ക് കടന്നു പോകുന്നത് എനിക്ക് ശരിയാണോ, ഈ ജോലി ഞാൻ സെലക്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഒരു യൂണിവേഴ്സൽ ഏഞ്ചലുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട്, കുറച്ച് അറിവ് നോളജും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളും നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ അതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ നോക്കി കണ്ട് നിങ്ങളെ സോൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാ സംഭവങ്ങളും ഉണ്ടാവും, പക്ഷേ എടുത്തു ചാടരുത്. വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള എല്ലാവരും നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തോ വലിയ ഒരു സണ്ണ് തന്നെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ എല്ലാ വ്യക്തികളും വന്ന് നിങ്ങളെ കൺഗ്രാജുലേഷൻ പറയുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഈ ഒരു മാസം തന്നെ നിങ്ങൾക്കത് ലഭിക്കും. ഓക്കെ, ഒരു പക്ഷേ ഇതുവരെയും നിങ്ങൾ ഈ ഒരു ഇമോഷൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലായിരിക്കും. എല്ലാ വ്യക്തികളും വന്ന് നിങ്ങളെ ഏറ്റവും ബെറ്ററായിട്ട്, ഇതുവരെ തള്ളിപ്പറഞ്ഞ ആൾക്കാരൊക്കെ വന്ന് നിന്ന്, നമ്മുടെ സന്തോഷ് പണ്ഡിതിനെ പോലെ ആൾക്കാർ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം നമ്മുടെ സന്തോഷ് പണ്ഡിതിനെ എടുത്ത് നല്ല രീതിയിൽ പറയുന്നത് കേൾക്കുന്നല്ലോ. അപ്പോൾ അതുപോലെ തള്ളി പറയാനായിട്ട് നിന്നിരുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തികളൊക്കെ നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മാസം തന്നെ വന്ന് ചേരുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ശരി തന്നെ, പുതിയൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ശരി തന്നെ, റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ ഹെൽപ്പ് അവർക്ക് വേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻ പവറുകൾ നിങ്ങൾക്ക് സ്ട്രോങ് ആകുകയാണ്. ഓക്കെ, ഇൻറ്റ്യൂഷൻ പവറാണ് ഈ കാണിക്കുന്നത്. സ്ട്രൈറ്റ് മൈൻഡും ഇൻറ്റ്യൂഷൻ പവറുമാണ് ഈ കാണിക്കുന്നത്. ഈ സണ്ണിൻ്റെ ഇത് കാണിക്കുന്നതുണ്ടല്ലോ, ഈ കുറച്ച് വേവ്സ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടും പോകുന്നുണ്ട്, ചിലത് ഇങ്ങനെ ഓളങ്ങൾ പോലെ പോകുന്നുണ്ട്, വേവ്സ് ആയിട്ടും പോകുന്നുണ്ട്. അത്
ഇൻഡ്യൂഷൻ പവറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡ്യൂഷൻ പവർ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ ആരൊക്കെയാണോ തടഞ്ഞു വെച്ചിരുന്നത്, എന്തൊക്കെ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണോ നിങ്ങളുടെ ഫാമിലിയിലാണോ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുകയാണ്. നിങ്ങളതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടു കൂടി വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത നോക്കാം, എംബ്രറാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ എംബ്രർ വന്നത് നോക്കാം. പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ മാസത്തിൽ? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ കുറച്ച് ഫാൻറ്റസി ലോകത്തായിരുന്നു എങ്കിൽ, മാനസികമായിട്ട് ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഇമോഷണലായിട്ട് ചിന്തിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ലോജിക്കായിട്ട് നിങ്ങൾ ബ്രെയിൻ ഉപയോഗിച്ച് ഈ റിലേഷൻഷിപ്പിനെ കാണും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി കാര്യമാണെങ്കിൽ തന്നെ, ഫാമിലിയിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, ഇതുവരെയും നിങ്ങൾ ഇമോഷനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇമോഷൻ കരഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സന്തോഷം, പ്രണയം, സ്നേഹം, അങ്ങനെയൊക്കെ രീതിയിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചിരിച്ചൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസ് മാറുകയാണ്, നിങ്ങളുടെ രൂപം മാറുകയാണ്. ഇനി നിങ്ങളെല്ലാം നല്ല സീരിയസ് ആയിട്ടാണ് നിങ്ങളെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇമോഷണലായിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രോങ്, ഇമോഷനെ വിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവുന്ന സമയത്തേക്ക് ഓക്കെ, നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പോകുക എല്ലാവരുടെ അടുത്തും. ഇനി നിങ്ങൾ ആരാണ് എന്നുള്ളത്, നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ സഹതാപം, അയ്യോ അത് കഷ്ടം, ഇങ്ങനെ അയ്യോ അങ്ങനെ ഒരിത് കാണത്തില്ല. എന്ത് കാര്യം ഫേസ് ടു ഫേസ് കാണുക, സ്ട്രോങ് ആയിട്ട് അതിനെ ഡിസിഷൻ എടുക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, അങ്ങനെ ആ ഒരു ഇതല്ല. ഞാൻ ആലോചിക്കട്ടെ, ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ കാര്യം പറയാം എന്നൊക്കെ ഒരു കളക്ടറായിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന, കളക്ടർ എന്നല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ട് സ്റ്റെപ്പ് ബോൺ ഉള്ള ഒരു അല്ലെങ്കിൽ നല്ല സ്ട്രോങ് വ്യക്തിയിൽ കാണുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ വ്യൂസ് മാറുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ ആ കണ്ണീരിൽ നിന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ സ്ട്രോങ് ആക്കി തീർക്കണമേ, ബുദ്ധി ഉപയോഗിക്കുന്നതായിട്ട് തീർക്കണമേ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിൽ നിന്ന് മാറി, കരയുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറി എൻ്റെ വ്യൂസ് എല്ലാം സ്ട്രോങ് ആയി തീരുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അത് വരെയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരൊന്നും കാണത്തില്ല. നിങ്ങൾ സ്ട്രോങ് ആകും, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യും, നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും നിങ്ങൾ ആറ്റിറ്റ്യൂഡ് തന്നെ കാണിക്കും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് അയക്കും, പക്ഷേ നിങ്ങൾ അതിലോട്ടൊന്നും വലിയ ശ്രദ്ധ കൊടുക്കത്തില്ല, നിങ്ങൾ ആറ്റിറ്റ്യൂഡിൽ തന്നെ കാണും. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ആൾക്കാർ നിങ്ങളെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് യാതൊരു വാല്യൂവും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ച വ്യക്തികൾ ഓഫറുമായിട്ട് നിങ്ങളുടെ പിറകെ വരും. ഓരോ ഓഫറുമായിട്ട്, ഒന്ന് മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നു, കോൾ എടുക്ക്, അല്ലെങ്കിൽ എന്നോടൊന്ന് മിണ്ട് എന്ന് പറഞ്ഞ് വരും, അല്ലെങ്കിൽ ആ ജോലി ഒന്ന് ഏറ്റെടുക്ക്. നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ശരി തന്നെ, മറ്റെന്ത് കാര്യത്തിലും നിങ്ങളെ തള്ളിക്കളഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങളെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ വളരെ സ്ട്രോങ് ആവും. കണ്ട, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആവും. ഇവിടെ 2 സിംഹങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ വലിയ ഗൗരവത്തോടു ഈ ഒരു ഫേസോട് കൂടി നിങ്ങൾ നിൽക്കണം കേട്ടോ. ഇത് ഫീമെയിൽ നിൽക്കണം, ഇത് മെയിൽ നിൽക്കണം. 2 പേരും, എൻ്റെ വ്യൂസുകൾ 2 പേര് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് പോയ വ്യക്തികൾ ഇവിടെ കപ്പും കൊണ്ട് ഇതുപോലെ വന്ന് നിൽക്കാം. ഓക്കെ, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടാരാ, പെട്ടെന്നൊന്നും മിണ്ടാൻ നിൽക്കണ്ട. നിങ്ങളെ കുറച്ച് കരയിപ്പിച്ചതല്ലേ അല്ലേ? അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണോ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഈ ഒരു മാസം എല്ലാവരുടെയും ലൈഫിലേക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. ആരും വിഷമിക്കാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് ക്ലൂസും കൂടി എടുക്കാം. ഒരു ലോഡ് ക്ലൂസ് എടുത്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് എല്ലാ റീഡിങ്ങിലും ക്ലൂസ് നോക്കുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടുന്നതനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് പെട്ടിയുടെ വലുപ്പവും കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇതന്നെ ആര് കളിയാക്കിയാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് കോപ്പി അടിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലോസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ മെസ്സേജ് വരും, നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെയേ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ABCD ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട്, ABC, അനിലൊക്കെ ഇതാ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലോസ് നോക്കാം. ചിത്ര 21, 30, ശാന്ത 26, 36, 33, 95, 98 വർഷമാണ്. നാസർ 1968, കർക്കിടകം, ക്യാൻസർ.
ജനുവരി DHM 2017. അംല സുനിത SPN. അപർണ ലില്ലി ആലിയ ലിബിൻ. നേവിയിൽ ജോലിയുള്ള വ്യക്തിയായിരിക്കാം. മാർക്കറ്റിംഗ് എന്തെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയായിരിക്കാം. ആശ ശ്യാം 28-32 ഏജ് ആയിരിക്കാം. ഷഫീഖ് സൂര്യ പാലക്കാട്. തിരുമുക്ക് ഡോക്ടർ 2070 65. സന്തോഷ് എ എന്ന് പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ട്. നോ കോണ്ടാക്ട്. ഓക്കെ, നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തിയായിരിക്കും. തലയോലപ്പറമ്പ് വന്നിട്ടുണ്ട്. തലയോലപ്പറമ്പ്. ഫിഷ് ടാങ്ക് ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് ഫിഷ് ടാങ്ക് മീനെ വളർത്തുന്നത് മറ്റും ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. JVB സുനിൽ ജെസി. മകരം CPM പാർട്ടി പ്രവർത്തകനായിരിക്കാം. വെജിറ്റബിൾ കടയോ മറ്റോ ഉണ്ടായിരിക്കാം. 2002-2007. അനിൽ ഹാഷ്മി ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തിയായിരിക്കാം. സുഷമ്മ ബാംഗ്ലൂർ. റാണി അരുണിമ അജയ് മധുസൂദനൻ എ ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. 1981 വീണ്ടും. ഗീത റാണി സ്ഥലപ്പേരായിരിക്കാം. ലിനു 1969. കവടിയാർ യു എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. പ്രിയ പോൾ ഡൽഹി. സുമയ്യ വിപിൻ 30-34. സോമൻ RJP വടക്കാംചേരി. സുകുമാരൻ കണ്ണൂർ പയ്യമ്പലം. ഓക്കെ, പയ്യമ്പലമാണോ എന്നറിയത്തില്ല. മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫാൻസ് ആയിരിക്കാം, ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ. ഓക്കെ, ഇതിനകത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ പേര് വന്നിരിക്കും, സ്ഥലം വന്നിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ അമ്മയുടെ, നിങ്ങളുടെ അച്ഛൻ്റെ, ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ പേര് ഇതിൻ്റെ അകത്ത് റെസനേറ്റ് ആയി വരും. ഓക്കെ, അതുകൊണ്ടാണ് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ സ്ഥലവുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിരിക്കുക. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സീക്രട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന് അധികം കൊടുക്കും. ബൈബിളിൽ പറയുന്നുണ്ട്, ഉള്ളവന് അധികം കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടി എടുത്തുകൊള്ളും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സംശയിക്കും, അയ്യോ ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതും കൂടി എടുത്തുകൊണ്ട് പോകുമെന്നാണോ വചനം എന്ന് ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് ഇതാണ്, നന്ദിയുള്ളവന് വീണ്ടും ലഭിക്കും, നന്ദിയില്ലാത്തവനോ ഉള്ളതും കൂടി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ മറന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ. താങ്ക് യു.